ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട ശേഷം അതിഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരുമിച്ച് ചിക്കൻ മന്തി തയ്യാറാക്കാം. അതിനായി ആദ്യം വേണ്ടത് ചിക്കൻ പീസസ് ആണ്. ഇവിടെ ഞാൻ 350 ഗ്രാം ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടാതെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചേരുവ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബാണ്. അതൊരെണ്ണമാണ് ചേർക്കുന്നത്. ഇതിങ്ങനെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നന്നായി ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ ഫ്ലേവർ കൊണ്ടുവരാനാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരല്പം റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഒരിക്കലും ടേസ്റ്റിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇത്രയും ചേർത്ത ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഇവിടെ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നന്നായി മസാല ഇറങ്ങാൻ വേണ്ടി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇതിൽ ഓൾറെഡി നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഒന്ന് തുറന്ന ശേഷം ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിനുശേഷം ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അടുത്തതായി നമ്മൾ റൈസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമെടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ഒരു പ്രത്യേക ഫ്ലേവറിനായി ഉണങ്ങിയ നാരങ്ങയും ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന 3 കപ്പ് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുക. ഇനി അരി വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കത് കോരി മാറ്റാം. അടുത്തതായി നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ചേർത്ത ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി വീണ്ടും അരി വേവിച്ച അതേ പാത്രത്തിൽ
1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഇതിൻ്റെ ബേസിലേക്ക് നമ്മൾ വറുത്തെടുത്ത ചിക്കൻ പീസസ് നിരത്തി വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുക. അടുത്തതായി റൈസിന് ഒരു പ്രത്യേക നിറം കിട്ടാൻ യെല്ലോ ആൻഡ് റെഡ് ഫുഡ് കളർ ഓപ്ഷണലായിട്ട് ചേർക്കാവുന്നതാണ്. യെല്ലോ ഫുഡ് കളറിന് പകരം മഞ്ഞൾ കലക്കിയും ചേർക്കാം, പക്ഷേ ഇതൊരു തരത്തിലും ടേസ്റ്റിനെ ബാധിക്കില്ല. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കുത്തി നിർത്തുക. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന അതേ ഉണക്ക നാരങ്ങ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ പാത്രത്തിൽ ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടയോ കത്തിച്ച് വയ്ക്കുക. അത് കെട്ടുപോവാതിരിക്കാനായി അതിലേക്ക് ഒരൽപ്പം എണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അലുമിനിയം ഫോയിൽ വെച്ച് നന്നായി ഒന്ന് കവർ ചെയ്യാം. ഇനി ഇത് ടൈറ്റായി അടച്ച ശേഷം നമുക്ക് ഫൈനലായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ ഒട്ടും ഒട്ടലില്ലാതെ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ മന്തി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.